ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. മിസ്രയീം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു. ഭുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. മരുഭൂമിയിൽ 40 സംവത്സര കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കരുതുന്നു. കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ, ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, കൃഷ്ണമാം കിടപ്പും കണ്ടു ഞാൻ നമിക്കും ദേശിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നെ മൂരെ കുന്തിരിക്കം കാഴ്ച വച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ നീ എന്നു ധന്യർ സന്നമിച്ചു ഘോഷിക്കും നീതാ, നിശങ്കമായി സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ. 12 വയസ്സിങ്കൽ യേശുവേ നീ തന്തതല്ലയോടൊരുമി ജീജഗേകം, സമ്പ്രതി പതിച്ച വീട് കണ്ട ശാസ്ത്രി വൈദ്യരോട് ധർമ്മഭാഷണം നടത്തിയേ, ശ്രീ നരപതിയേ സിയോൻ. 30 വയസ്സിൽ സ്നാനം ഏൽപ്പതീന് തൊൽപുരം വെടിഞ്ഞു യുദ്ധ്യ തന്നിൽ വന്നു. സ്വൽപ്പവും മടിച്ചിടാതെ യോർദിനാനൊഴുക്കിനുള്ളിൽ അല്പനാകും മർത്യനെന്ന പോൽ മർജിച്ചൊരു സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. 41 ഉപവസിച്ചിടവേ നീ താൽപര്യത്തോടടുത്തു വൈരിയായോ, ദുഷ്ടമാ പ്രലോഭനത്തിനൊട്ടുമേ വഴിപ്പെടാതെ നിഷ്ഠയാല ഘോര വൈരിയെ തോൽപ്പിച്ചൊരു സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവ കാഴ്ചയേകി, നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്ത് പ്രചരയ്യായിരം ജനം, അഞ്ചപ്പത്താൽ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ. ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ, ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ നീ, ഇക്കഠിന ഭാവിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാൽ നമിക്കും സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ. കാശ് പോലും വിലയില്ല വിഷയത്തിൽ, ആശയനിക്കല്ലാതെ യേശുവേ നാശമേച്ചിടാത്ത ദേശം ആശയോടെ കാത്തു വിശുദ്ധാശയത്തോ ഭീഷണെ നിന്നിൽ വേഷിക്കണം സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ. എത്ര കാലം ഞാൻ ഇവിടെ ജീവിച്ചിടും, അത്ര നാളും നിൻ കൃപയെ ഞാൻ സ്തുതിക്കും.
അത്രിദീപവാസികൾക്കും ചിത്രമായ നിന്റെ നാമം ഉത്തരോത്തരം സ്തുതിക്കുവാൻ അരുൾക നീ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെ ഉദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവ. ആട്ടിടയർ കൂട്ടമായി കീറ്റുശീലയിൽ കിടന്ന യേശുദേവ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ക്ലിഷ്ടമാക്കിടപ്പും കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 17-18. അപ്പോൾ 4 കാര്യമാണ് അവിടെ ആ 2 വാക്യത്തിൽ എടുത്തു പറയേണ്ടത്. 1, തിരഞ്ഞെടുത്തു. 2, വർദ്ധിപ്പിച്ചു. 3, അവരെ പുറപ്പെടുവിച്ചു. 4, ഇവരെ സഹിച്ചു. സഹിച്ച കാര്യം പറയാൻ പറ്റുമോ എന്നുള്ളതാ എന്റെ ഇപ്പൊ ചിന്ത. അല്ല, നിങ്ങൾ 2-3 ദിവസമായിട്ട് എന്നെയും സഹിക്കുകയല്ലോ. അപ്പൊ 1, ദൈവം ഇവരെ തിരഞ്ഞെടുത്തു, പിതാക്കന്മാരെ. ഇന്നലെ നമ്മള് നിർത്തിയ ഭാഗത്ത് നിന്ന് മുന്നോട്ട് അങ്ങ് പോകാം, അതായിരിക്കും കുറച്ചുകൂടെ ഉചിതം. എന്തിനാ തിരഞ്ഞെടുത്തത്? വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എഫേസ്യ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അത് പൗലോസ് പ്രയോഗം കൊടുത്തിരിക്കുക. കർത്താവ് ഡയറക്റ്റ് പറഞ്ഞത് നിങ്ങളെന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങള് ഫലം കായ്ക്കണം. അതിനാ ഫലം കായ്ക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഫലം ഉണ്ടായിരിക്കണം. ഇന്നലെ വായിച്ചല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഗലാത്യർ 5:22 മുതല്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇന്ന് കണ്ടുവരുന്നതിൽ കൂടുതലും വരമുള്ളവരുണ്ട്. ഫലമുള്ളവര് എല്ലാവരും വരമുള്ളവര്, വരപ്രാപ്തന്മാരെന്നാ നോട്ടീസ് വെച്ചത്. അല്പം കൂടെ പ്രാപ്തന്മാർ ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ എങ്ങനെയെങ്കിലും 2 ആള് കൂടണമെന്ന് ഉദ്ദേശിച്ചാൽ വെക്കുന്നു, ആയിക്കോട്ടെ. എന്നാൽ ഇന്ന് വരെ ഒരു നോട്ടീസ് കണ്ടിട്ടില്ല നിങ്ങള് ഒട്ടുമിക്ക വരപ്രാപ്തന്മാരെയും നിങ്ങൾ പഠിച്ചു. അടുത്തിടപെടുമ്പോഴും സഹകരിക്കും അറിയാമല്ലോ, ഫലമുള്ളവരല്ല. വരമുണ്ട്, ഫലമില്ല. ഇപ്പം നമുക്കിതൊക്കെ അറിയാനും കാണാനും ഒത്തിരി മാധ്യമങ്ങളുണ്ടല്ലോ, അടിച്ചു നോക്കിയാൽ മതി, മുഴുവൻ വരപ്രാപ്തന്മാരാണ്. ഏത് ടൈപ്പ് വേണേലും കിട്ടും. നിന്ന് ശുശ്രൂഷിക്കുന്നവര്, ഇരുന്ന് ശുശ്രൂഷിക്കുന്നവര്, നടന്ന് ശുശ്രൂഷിക്കുന്നവര്. ഈ അടുത്ത സമയത്ത് ഒരുത്തൻ കിടന്നു, ആണ്ട പിടിച്ചോന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് കിടക്കുക. ഏത് ടൈപ്പ് വേണേലും ഉണ്ട്. പിള്ളേര് പ്രസംഗിക്കുന്നു, യൗവനക്കാര് പ്രസംഗിക്കുന്നു, പ്രായമുള്ളവര് പ്രസംഗിക്കുന്നു, സഹോദരൻ പ്രസംഗിക്കുന്നു, സഹോദരി പ്രസംഗിക്കുന്നു, സഹോദരനും കൂടെ കൈ ഓർത്ത് പിടിച്ചോണ്ട് ഏത് ടൈപ്പ് വേണേലും ഉണ്ടെന്നുള്ളതാണ്.
ബ്രദർ ശുശ്രൂഷിക്കുന്നു, സിസ്റ്റർ അങ്ങനെയൊക്കെ നിങ്ങൾക്കൊന്നും അറിയാൻ മേലല്ലയോ? ഇവിടെ വന്നേ പിന്നാണോ അതോ? അപ്പൊ ഏത് ടൈപ്പ് വേണേലും ഉണ്ട്. പക്ഷേ വരപ്രാപ്തന്മാര് ധാരാളം ഉണ്ട്. ചിലരെ പറ്റി പേര് വെക്കുമ്പോൾ തന്നെ അങ്ങനെ പ്രവാചകൻ. ഇംഗ്ലീഷ് എനിക്ക് ഭാഷയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയണമെന്നൊക്കെ ഉണ്ട്. പ്രോഫറ്റ്. പക്ഷെ പല ഇവരിലും മിക്കവരിലും ഫലമില്ല. അപ്പൊ ആത്മാവിന്റെ ഫലത്തിൽ ആദ്യത്തതാ സ്നേഹം. ചേട്ടത്തി അനിയത്തിയും ഹൃദയം തുറന്ന് സംസാരിച്ചിട്ട് എത്ര കൊല്ലമായി. ചേട്ടത്തി ഇവിടെ ഇരുന്ന് മറുഭാഷ പറയുന്ന, അനിയത്തി അപ്പുറം ഇരുന്ന് ബന്ധനം അടിക്കുന്നു. ഇവിടുത്തെ ചേട്ടത്തിയുടെ അനിയത്തിയുടെയോ അല്ല, ഞാൻ ആരെ ഉദ്ദേശിച്ചുമല്ല പറഞ്ഞത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതൊന്നും തെറ്റിദ്ധരിക്കണ്ട. ചേട്ടനും അനിയനും, ചേട്ടൻ ചൊല്ലി അടിക്കുന്നു, അനിയൻ അടിച്ചേച്ച് ചൊല്ലുന്നു. ഹൃദയം തുറന്ന് സ്നേഹിച്ച് സംസാരിച്ചിട്ട് എത്ര നാളായി. അല്ല, ഈ വരപ്രാപ്തന്മാരും പലരോട് മിണ്ടുന്നില്ലല്ലോ. ഭയങ്കര എന്നാണ് ഒരാൾ പറഞ്ഞു, അത് പുള്ളിക്ക് വിമാനവരവാന്ന് പറഞ്ഞു. വിമാനവരം, വിമാനത്തെ കയറുമ്പോ കിട്ടുന്ന വരവ്. പണ്ട് കർത്താവിന്റെ ദാസി കാനം ലീലാമ്മ, മാന്യ കർത്തദാസി, കടന്നുപോയി. അപ്പം ഇല്ലാപ്പച്ചമ്മ നന്നായിട്ട് ശുശ്രൂഷയൊക്കെ ചെയ്തൊരു കർത്തദാസി. എല്ലാ ബുധനാഴ്ച അവിടെ പ്രാർത്ഥനയുണ്ട്. ഞാൻ സമയം ലഭിക്കുമ്പോഴൊക്കെ അവിടെ പോകുമായിരുന്നു. പുള്ളിക്കൊക്കെ അവരെ IPCയിലെ മെമ്പേഴ്സാണ്. അവറാച്ചനും നല്ല മനുഷ്യനാണ്. അവരുടെ മകനാ സജി ഖാനം. അപ്പം പുള്ളിക്കാരി രസകരമായിട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പൊ ഒരിക്കലെ ആ കർത്തദാസി ഗൾഫിലോട്ട് ശുശ്രൂഷയ്ക്ക് വിളിച്ചു പോകും. വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അപ്പം 3 പേരും കൂടെ ഒന്നിച്ച് വിമാനത്തെ കയറി ഗൾഫിൽ വന്നു. 3 സ്ഥലത്തോട്ട് പോയി. അപ്പം ലീനാമച്ചന്മാരുടെ സ്ഥലത്ത് ശുശ്രൂഷിക്കുന്ന പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഇന്നയാളുണ്ടാണ്, ഭയങ്കര പ്രവചനമായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാര് പറഞ്ഞു, വിമാനത്തെ കയറുന്നത് വരെ കുഴപ്പമില്ലായിരുന്നെന്ന് പറഞ്ഞു. പുള്ളിക്കാരിയാ പറഞ്ഞ അന്ന് വിമാനവരമായിരിക്കും, കൃപാവരം എന്നൊക്കെ നമ്മൾ പറയുന്നത്. വരമുള്ളവരും വരപ്രാപ്തന്മാര് ധാരാളമുണ്ട്. പക്ഷേ ഫലമുള്ളവരെ കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കർത്താവ് ഉദ്ദേശിക്കുന്നത് വരമല്ല, ഫലമാണ്. കടവാനും മറുഭാഷ പറയുന്നവരെ അല്ല നോക്കുന്നത്. ആ മറുഭാഷ പറയുന്ന നിന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലം കൊണ്ടുവന്ന കർത്താവ് നോക്കുന്നത്. അല്ല, കർത്താവ് അങ്ങനല്ലേ നോക്കിയത്, ഇലയല്ലല്ലോ നോക്കിയത്. വൃക്ഷത്തിന്റെ വലിപ്പമോ അതിന്റെ പ്രൗഢിയും ഇലയുടെ വലിപ്പം, കർത്താവ് ഫലം ഒരെണ്ണം കിട്ടുമെന്ന്. സ്തോത്രം. അവിടുന്ന് ഫലമാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഫലമാണ് സ്നേഹം. ആത്മാവിന്റെ ഫലത്തിൽ ഒന്ന് സ്നേഹം. അത് തന്നെ ഇന്നങ്ങ് പ്രസംഗിക്കാറുണ്ട്. റാസൽ കൈമേൽ ഒരിക്കൽ ശുശ്രൂഷയ്ക്ക് വന്നപ്പോഴേ, അന്ന് മലപ്പള്ളിക്കാരൻ അവിടെ ശുശ്രൂഷിക്കുന്ന കർത്തദാസിന്റെ പേര് ഞാൻ അങ്ങ് വിട്ടുപോയി. അത് യുവദാസി നേഴ്സാണ്, തങ്കച്ചായ. അപ്പം അവിടെ ഒരു ശുശ്രൂഷകൻ ചെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം എടുത്ത് പ്രസംഗിച്ചു. 7 ദിവസം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചെലവും വ്യാജഭാവ അസൂയയും എല്ലാം തുടങ്ങി നീക്കി കളഞ്ഞു. അപ്പൊ ഇതാ കുറുവാക്കി 5-6 ദിവസമായിട്ട് ഇത് തന്നെ. അപ്പം സഭയിൽ ഒരാൾ പറഞ്ഞു, മാസ്റ്റർ 6 ദിവസമായിട്ട് ഇത് തന്നെയാണ്. അപ്പൊ പുള്ളി പറഞ്ഞു, 6 ദിവസമായിട്ട് ഇത് തന്നെ എനിക്കും അറിയാം. അതിലാ ഇതുവരെ വ്യാജഭാവം നീക്കാൻ താല്പര്യമില്ലല്ലോ. ആദ്യം ഇത് കള, എന്നിട്ട് നമുക്ക് അടുത്ത വാക്യം
കണ്ടമാനം പോയിന്റ് കേൾക്കുക എന്നുള്ളതല്ല വിഷയം. ഒരു പോയിന്റ് കേട്ടോളെങ്കിലും ആ പോയിന്റ് പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരണത്തിൽ കൊണ്ടുവരുന്നതാ വിജയം. സ്തോത്രം. കർത്താവ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഉദ്ദേശിക്കുന്ന വരമല്ല, ഫലമാണ്. അല്പം കടന്ന് പറയാം. മരുഭൂമിയിൽ ഒരു നല്ലൊരു വൃക്ഷം നിൽക്കുന്നു. ഒന്നേ ഉള്ളൂ, പെരുവഴിയുണ്ട്. ആൾക്കാർ ധാരാളം യാത്ര ചെയ്യുക, നടന്നും ക്ഷീണിച്ചും വരുമ്പം ഫലമുള്ള ഒരു വൃക്ഷമാണെങ്കിൽ ആളവിടെ കൂടും. നടന്നു വരുന്നവർക്ക് ഭക്ഷിക്കാനും വിശ്രമിക്കാനും പശി തീർക്കാനും ആ വൃക്ഷത്തിൽ ഫലമുണ്ടെങ്കിൽ ആള് കൂടും. ഇവര് എന്ന് പറയുകയും ചെയ്യുന്നത് അവിടെ ഒരു മരമുണ്ട്, വരി കാണാൻ നല്ലതാണ്. അപ്പൊ ചോദിക്കും എങ്ങനെയുണ്ട്? അയ്യോ ഞങ്ങൾ തിന്ന നല്ല. അങ്ങനല്ലേ എന്നാ ചില സമയം ആള് വരാത്ത ഫലമില്ല, മിണ്ടുകയല്ല. പുതുതായിട്ടൊരാൾ വന്നാൽ പമ്മി നോക്കും. എന്നിട്ട് അടുത്തിരിക്കുന്ന പുള്ളിയെ കിരണ്ടിയോ ചോദിക്കും, എന്നാ മറ്റേ പുള്ളി. ഞങ്ങളുടെ അവിടെയും പറയും, സഭയിൽ ഒരാൾ വന്നാൽ അതിഥിയായിട്ടും ആദ്യമായിട്ട് വന്നാൽ ആ സഭയിലുള്ള എല്ലാരും ചെന്ന് കൈ കൊടുക്കണം. അല്ലാതെ ഈ അവര് നേരത്തെ പോയി കയറി അവര് വണ്ടിക്കകത്തിരുന്ന പാടുന്നത്. നിന്റെ കൂടെ ഏത് പൂഞ്ഞാൻ വരാനാ? ചെന്ന് പരിചയപ്പെടണ്ടേ? എവിടാ വീട്? ആട്ടെ, പേരെന്തുവാ? പ്രാർത്ഥിക്കാം, വരണേ, ഞങ്ങളുടെ വീട് വരുന്നു വാ. അല്ലെ നിങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങളൊന്ന് വരട്ടെ പ്രാർത്ഥിക്കാൻ. ഇവിടെയൊക്കെ ചോദിച്ചേ ഒപ്പുള്ളൂ, നല്ല പോലെ ഓടി ചെല്ലാനൊക്കത്തില്ല. അമ്മാമ എന്നാ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ആ സമീപനവും സംസാരവും ഇടപാട് കാണുമ്പം അവർക്ക് മനസ്സിലാക്കേണ്ട ഇത് ഫലമുള്ള വൃക്ഷമാണല്ലോ. ഫലമുള്ള. പിന്നെ ഒത്തിരി ലഘുലേഖ അടിക്കുമൊന്നും വേണ്ട. നമ്മൾ ഫലമില്ല, അതിന് ലഘുലേഖ അടിക്കുക. ഡിസ്ട്രിബ്യൂഷൻ എന്തോ ഇംഗ്ലീഷിൽ കേട്ടെ അല്ല കൊടുക്കുന്നതിന്. ആ അതാ ഞാൻ പറഞ്ഞ തെറ്റിയോ? എന്നും അങ്ങ് ചെല്ലുപടത്തിനെ 5000 ട്രാക്ട് അടിച്ചു. ഞാൻ നാട്ടിൽ പോയപ്പോ 50,000. നീ എന്തിനാ ഈ ട്രാക്ട് എല്ലാം കൂടെ അടിക്കുന്നു? ഏത് ട്രാക്റ്റാ? തമ്പിയുടെ ഹൃദയം. മറ്റേ പുള്ളി തകരുന്ന കപ്പൽ. പിന്നെ അടുത്ത പുള്ളി നീ എങ്ങോട്ട്? അവൻ നിന്നെ നന്നായിട്ട് ചിന്തിച്ചിരിക്കുക. ട്രാക്ട് അടിക്കരുതെന്നോ കൊടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ സാരം. നീ ആത്മീക ഫലത്തോടെ നിന്നേ. ട്രാക്ട് കൊടുക്കുന്നതിൽ എഫക്റ്റാ. അതെ, ട്രാക്ട് കൊടുക്കുന്നതിൽ ആത്മീക ഫലം. സ്തോത്രം. ഇത് ഫലമൊന്നുമില്ല, ഇഷ്ടംപോ നമുക്കങ്ങ് പ്രവർത്തനമില്ല. എല്ലാവർക്കും ഞാൻ ചളിതം. നാട്ടിലെ കൊണ്ട് ഗോസ്പൽ ടീം ആഴ്ചയിൽ 2 പേര് ബൈക്കിൽ കയറി വൈകാരിക്കുമ്പോഴും ഗുരുക്കോപ്പിച്ചാ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഫലം പുറപ്പെടണം. ആ ഫലമാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. സ്നേഹത്തെ പറ്റി തന്നെ ഒന്ന് പരാമർശിച്ചപ്പോഴേ ചിലരുടെ മുഖഭാവം മാറി. ദാനിയേലിൽ വായിക്കുന്ന പോലെ പാടുന്നു, അറിയോന്ന് അറിയത്തില്ല, അവന്റെ മുഖഭാവം മാറി എന്നൊക്കെ എഴുതിയിരിക്കുന്നത് പോലെ. വേണ്ട, എന്തിനാ ഒരു അലോഗ്യം ഉണ്ടാക്കുന്നത്, അഭിഷേകപ്പെട്ടേക്കുന്നത്? 9 കൂട്ടം കാര്യമാണ്. 1 തുടങ്ങിയപ്പോഴേ പരുവക്കേടായി. ഇനി തന്നെ താൻ അങ്ങ് ചിന്തിച്ചു. കർത്താവ് ഉദ്ദേശിക്കുന്നത്
എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വരമല്ല, ഫലമാണ്. വലിയ വരപ്രാപ്തന്മാരൊന്നും ആയില്ലെങ്കിലും ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കും. സ്നേഹം, എല്ലാവരെയും സ്നേഹിക്കണം കേട്ടോ. തണ്ടി തിരിച്ച് തരം തിരിച്ച് സ്നേഹിക്കരുത്, അത് ദൈവ സ്നേഹമല്ല. കാശുള്ളവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് സ്നേഹം, കാശില്ലാത്തവരെല്ലാം കൂടെ ഒരു സ്നേഹം, കളറുള്ളവരെല്ലാം കൂടെ ഒരു സ്നേഹം, കളർ കുറഞ്ഞവരെല്ലാം കൂടെ ഒരു സ്നേഹം, സ്റ്റാൻഡേർഡ് ഉള്ളവരെല്ലാം കൂടെ ഒരു സ്നേഹം, സ്റ്റാൻഡേർഡ് കുറഞ്ഞവരെല്ലാം കൂടെ. അതൊന്നും ദൈവികമല്ല. പിടിപ്പുള്ളവരെല്ലാം കൂടെ ഒരു സ്നേഹം, ഇതൊന്നും അത് ദൈവികമല്ല. ഇതൊക്കെ മാനുഷികമാണ്, പ്രാകൃതമാണ്. എന്റെ ഭാഷ പറഞ്ഞാൽ പൈശാചികമാണ്. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് പറയും, എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കണം. അതാണ് ദൈവസ്നേഹം. ഞാൻ എപ്പോഴും പറയും, ദൈവസ്നേഹത്തിന്റെ ഒരു വിശേഷത, ഈ ദൈവസ്നേഹം നമ്മുടെ അകത്ത് കയറിയ കൊടുക്കാൻ തോന്നും. പിതാവായ ദൈവത്തിന് മനുഷ്യവർഗത്തോട് സ്നേഹം കൂടിയപ്പോൾ ആ സ്നേഹിച്ച ജനത്തിന് കൊടുക്കാൻ തോന്നി. എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി കൊടുക്കാനല്ല, ഏറ്റവും ശ്രേഷ്ഠമായ തന്റെ നമുക്കും ദൈവസ്നേഹം അകത്ത് വ്യാപരിക്കുമ്പോ കൊടുക്കാൻ തോന്നണം. ദൈവത്തിന് എന്തുവാ കൊടുക്കുന്നേ? ദൈവത്തിന് നല്ലതാ, അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. വസ്തുവല്ല, വീടുമല്ല, പൈസയൊന്നുമല്ല, നമ്മളെ അവിടുത്തെ സന്നിധിയിലേക്ക് നമ്മെ അങ്ങ് കൊടുക്കണം. അതാ ഏറ്റവും ശ്രേഷ്ഠം. കൊടുക്കണം. നമുക്ക് ഈ ദൈവസ്നേഹഭാഗത്ത് കയറുമ്പോ കൊടുക്കാനല്ല തോന്നുന്നത്, എടുക്കാനാ തോന്നുന്നത്. എടുക്കാനാ തോന്നുന്നത്. അത് ദൈവസ്നേഹമല്ല, കൊടുക്കണം. കർത്താവ് നമ്മെ സ്നേഹിച്ചല്ലോ. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്നാണ് യേശു പറയും. നിങ്ങൾ തമ്മിൽ സ്നേഹമകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം പൊറുക്കും കേട്ടോ, എല്ലാം ക്ഷമിക്കും. അത് വെച്ചോണ്ടിരിക്കത്തില്ല. ചില പറഞ്ഞ ഭാഷ ഞാൻ എന്റെ ഇരിപ്പോണ്ട്, ഞാനിപ്പം പിന്നെ പ്രാർത്ഥന ആയതുകൊണ്ടെന്നും ഇവിടെ അവസരം വരുമ്പോ ഞാനത് എണ്ണി ഇവനോട് ഞാനിപ്പം പ്രാർത്ഥന ഉപവാസം ആയതുകൊണ്ട് ഇങ്ങനെ പമ്മിയിരിക്കുന്നത് ഞാനായിട്ടൊരു ആരോഗ്യം ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്നില്ല. ഭാഷക്കാലത്തിൽ എന്നോട് ചെയ്തതും പ്രവർത്തിച്ചത് ഞാൻ പിന്നെ ഇപ്പം മിണ്ടുന്നില്ലെന്ന്. സ്തോത്രം. ദൈവസ്നേഹം അകത്ത് തമ്മിൽ ക്ഷമിക്കണം, സ്നേഹിക്കണം. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു, തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാനെന്ന പോ. തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ എന്ന പോൽ, നിങ്ങളെ ഞാനോ നല്ലൊരു മുന്തിരി, നിങ്ങളതിലെ ശാഖകൾ. ഞാനോ നല്ലൊരു മുന്തിരി, നിങ്ങളതിലെ ശാഖകൾ. സ്വർഗദാതനു വേദിയൊരുക്ക, മഞ്ഞിൽ നിങ്ങൾ ദീപങ്ങൾ, മഞ്ഞിൽ നിങ്ങൾ ദീപങ്ങൾ. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിത നൽകുന്നു, തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ എന്ന പോ. തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ. കർത്താവിന്റെ സ്നേഹം ഞാൻ എപ്പോഴും പറയും, അവിടുത്തെ ആ സ്നേഹവും അവിടുത്തെ സ്വഭാവ വൈശിഷ്ട്യവും. ശമരിയാക്കാരിയായിട്ട് കണ്ട് സംസാരിച്ചപ്പോഴും എന്ത് ബഹുമാനത്തോടെ ഇടപെട്ടത്. ഞാനോ നിങ്ങളായിരുന്നു പെട്ടെന്ന് വെള്ളം കൊണ്ടെത്തായില്ല, നിന്റെ പഴയ ചരിത്രം ഞാനിപ്പോ തന്നെ എന്റെ ചരിത്രമെല്ലാം എനിക്ക് അറിയാം. അതുകൊണ്ട് പെട്ടെന്ന് കർത്താവ് വളരെ അപേക്ഷാസ്വരത്തിലാണ്. എന്തോ സ്വഭാവ ശ്രേഷ്ഠതയാണ്. നമ്മുടെ ജീവിതത്തിൽ അത് വരണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനം. ഇങ്ങനെ
കുറെ നാളിങ്ങനെ ജീവിക്കാം. പണ്ട് പോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. മാത്രമല്ല, കർത്താവിന്റെ ജീവിതത്തിന്റെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത ഗെരസമനയെ വെച്ച് പടയാളികളെല്ലാം കൂടെ വന്ന് പിടിച്ചു. പത്രോസ് മഹാപുരുഷത്തിന്റെ ദാസന്റെ പഴുതിക്ക് വെട്ടിയതാ. പുള്ളി ഉറക്കപ്പിച്ചാന്നാ തോന്നുന്നു, കൂടുതൽ ഉറക്കപ്പിച്ചാന്നല്ലോ. കഴുത്തിന് വെട്ടിയതാ, ചെവിയ അറുത്ത് താഴെ ഉണ്ട്. ഞാനോ നിങ്ങളോ യേശുവിന്റെ സ്ഥാനത്തെ പറയുമ്പോൾ അവന്റെ പള്ളിക്കല്ലേടാ കൊടുക്കേണ്ടത്, നിനക്ക് ചെവിക്കാം പെട്ടാണ്. ഞാൻ നിനക്ക് അന്ത്രോസിന്റെ കൊടുക്കാൻ പറ്റുന്നില്ല. കർത്താവ് അതല്ല പറഞ്ഞത്. ഉടനെ തന്നെ ആ ചെവി എടുത്ത് അവന്റെ ആ മുറിഞ്ഞെടുത്തോട്ട് ചേർത്ത് ഫിറ്റ് ചെയ്ത് അവന് സൗഖ്യമായി. സന്ദർഭം നോക്കണം. കർത്താവ് ഗെത്സമനെ വെച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്ന പ്രാണവേദനയിലായി നിൽക്കുക. അങ്ങനല്ലേ? വിയർപ്പ് രക്തത്തുള്ളിയായിട്ട് വീണ് പ്രാണവേദനയാണ്. അപ്പൊ എന്റെ ഭാഷ പറഞ്ഞ പ്രാണവേദന എടുത്ത് നിൽക്കുമ്പോഴും മറ്റൊരുത്തിന്റെ വേദനയ്ക്ക് ശമനം വരുത്തി കൊടുത്തു. അത് ആരുടെയാ? സ്നേഹിതനല്ല, ശത്രുവിന്റെ വേദനയ്ക്കാ. എന്തോ സ്വഭാവമാണ് നമ്മുടെയൊക്കെ. ആ സമയത്ത് ഒരു വിഷയം ഉണ്ടല്ലോ, പിന്നെ ആ മനോവേദന എടുത്തിരിക്കുമ്പോഴാ കോണം ഞാൻ എനിക്കറിയത്തില്ല ഞാൻ അനുഭവിക്കുന്ന. കർത്താവ് ഇത് ആരെയും അറിയിച്ചില്ല, ആരോടും പറഞ്ഞില്ല കേട്ടോ. പ്രാണവേദനയാണ്. അന്നേരവും മറ്റൊരുത്തന്റെ വേദനയ്ക്ക് ശമനം കൊടുത്തു. നമ്മുടെ ജീവിതം കൊണ്ട് അങ്ങനെ നടക്കണം. അതാ കേൾക്കുന്നു ഞാൻ ഗെത്സമന തോട്ടത്തിലെ പാപി എനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദമതേ. പാപി എനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദമതേ. അതാ കേൾക്കുന്നു ഞാൻ ഗെത്സമന തോട്ടത്തിലെ. അപ്പൊ പ്രാണവേദനയിലായിട്ട് നിൽക്കുക യേശു. ആ പ്രാണവേദനയിലായി നിൽക്കുമ്പോഴും ശത്രുവിന്റെ വേദനയ്ക്ക് ശമനം കൊടുത്ത യേശു. അതാ സ്നേഹം. ഇങ്ങനെയുള്ള ഫലമാണ് നമ്മിൽ നിന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ രണ്ടുപേരെ കാണുമ്പോൾ തലയെ കൈവച്ചു അങ്ങനെ ചില പ്രൊജക്റ്റുകൾ കാണും. അവനും ഒരം രണ്ടു വിട്ട് പറപ്പിക്കും. അങ്ങനെ ഇത് കണ്ടിട്ടില്ലേ? ഇത് അവന്റെ ചില പ്രൊജക്റ്റുകൾ ചുമ്മാ ഇരുന്നവനാണ്. അവൻ ആ ഒരം രണ്ടു വിട്ട് അത് കണ്ടോണ്ട് അപ്പുറം ഇരുന്ന അമ്മാമ്മയോട് ഇടപെടണം. നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രവാചകന്മാരിങ്ങനെ പോയാൽ മതി, ചെല്ലു തല ഇങ്ങനെ ആക്കി കൊടുക്കുന്നതാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ശുശ്രൂഷയായിട്ട് ഇങ്ങനെ പോകുമ്പോ എങ്ങനെയും ഒന്ന് വെക്കുന്നെങ്കിൽ ദൈവത്തിന് മഹത്വം. ഞാൻ പ്രവചനത്തിനെതിരെ പറഞ്ഞതല്ല കേട്ടോ. കൃപാവരങ്ങൾക്ക് ഞാൻ എതിരല്ല. കൃപാവരം നിന്നിട്ടുമില്ല, എപ്പോഴും ഉണ്ടാകും. പക്ഷേ വരത്തേക്കാൾ കൂടുതൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മിൽ നിന്ന് ഫലമാണ്. സ്തോത്രം. ഫലമാണ്. സ്തോത്രം. ആ ജീവജലത്തിന്റെ നദിയുടെ ഇരുകരയും ജീവവൃക്ഷം. ബാക്കി പറ. ഞങ്ങൾ പറഞ്ഞിട്ട് ഇയാൾ പ്രസംഗിച്ച് തെളിഞ്ഞതാ. ഉറക്കെ പറഞ്ഞാണ്. ആ ജീവവൃക്ഷത്തിന്റെ എങ്ങനത്തെ ഫലമാണ്? ആ വായിച്ചോ. എന്തോ ഇതാ ഉദ്ദേശിക്കുന്നത്.
ചുമ്മാ ഇരിക്കൽ ഒരു പാട്ടുകൂടെ പാടാം. ജീവനദി ഇമ്പശബ്ദം മേവിയതിലൂടെ ജീവനദി ഇമ്പശബ്ദം മേവിയതിലൂടെ പോവതും ഈരാറ് വൃക്ഷം നിൽപ്പതും മോടി പോവതും ഈരാറ് വൃക്ഷം നിൽപ്പതും യെരൂശലേമിൽ ഇമ്പ വീടേയപ്പോൾ ചാകത്തില്ല, ചേർന്ന് പാടും. യെരൂശലേമിൽ ഇമ്പ വീടേയപ്പോൾ വന്നു ചേരും ധാരണിയിലെ ഇങ്ങോഴിയും ധാരണിയിലെ അതെ, ഞാനധികം ആ ഭാഗത്ത് നിൽക്കുന്നില്ല. കർത്താവ് ഉദ്ദേശിക്കുന്ന ഫലമാണ്. വരം വേണ്ടെന്നോ വരം നിന്നെന്നോ വരം തെറ്റാണെന്നൊന്നും അല്ല വാദം. വരത്തേക്കാൾ ഉപരി ഫലം പ്രതീക്ഷിക്കും. നോക്കിയിട്ട് ഫലം വന്ന് തോട്ടക്കാരനെ വന്നിട്ട് ഫലമൊന്നുമില്ല, വെട്ടാൻ പറഞ്ഞു. പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഒരു 2024 നോക്കട്ടെ, എന്നിട്ട് വെട്ടാം. 19, 20, 21 ഒക്കെ ഒത്തിരി പേര് കടന്നുപോയി. മഹാഭാവികളായതുകൊണ്ട് പോയതല്ല, നമ്മൾ വിശുദ്ധരായതുകൊണ്ട് നിർത്തിയതുമല്ല. നമ്മൾ പരമാർത്ഥികളായതുകൊണ്ട് 2 പരമാർത്ഥിയെ ഡെൻവറി വെച്ചേക്കാം എന്നോർത്ത് വെച്ചതല്ല. ഫലം പുറപ്പെടുവിക്കുമെന്ന് അറിയാൻ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങളിൽ എത്ര സമയമുണ്ടെന്നൊന്നും ആർക്കും അറിയത്തില്ല. ഉള്ളിടത്തോളം വരങ്ങളൊന്നും അധികം പുറപ്പെടുവിച്ചില്ലെങ്കിലും എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഫലം പുറപ്പെടട്ടെ, ആത്മഫലം. അപ്പൊ തിരഞ്ഞെടുത്തത് ഫലം അത് നിലനിൽക്കണം. വല്ലപ്പോഴും അല്ല കേട്ടോ. ഞാൻ നിങ്ങളെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ പോയി ഫലം പിന്നെ നിലനിൽക്കുകയും വേണം കേട്ടോ. ഈ 3 മണിക്കൂർ അല്ല ഫലം, ഈ ഹോളിനകത്ത് കയറുമ്പോൾ മാത്രമല്ല ഫലം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് മിക്കപ്പോഴും പറയും, കോടുകുളഞ്ഞിൽ ഒരു ശൗമേല് സാർ ഉണ്ടായിരുന്നു, IPC ഉള്ളത്, മരിച്ചു പോയി, നല്ല മനുഷ്യനാ, വിദ്യാഭ്യാസമുള്ള ആളാ. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞ അനീഷേ, സൺഡേയിലെ സിസ്റ്റർ അല്ല മൺഡേയിലെ സിസ്റ്റർ ആണ്. സൺഡേയിലെ സിസ്റ്റർ അല്ല, സൺഡേ വന്നപ്പം വളരെ നന്നായിട്ട് വരുന്നു. പക്ഷെ മൺഡേ കണ്ടപ്പം അതാ ഞാനങ്ങനെ അത് പറയുന്നു. മൺഡേ എല്ലാം പൊളിഞ്ഞു. അതെ, ഫലം നിലനിൽക്കണം, നിലനിൽക്കുന്ന ഫലം. അവിടെ മുമ്പോട്ട് ഓടിച്ചു പോകാം. 1 ഇവരെ തെരഞ്ഞെടുത്ത് 2 വർദ്ധിപ്പിച്ചു. അങ്ങനല്ലയോ സഹോദരി? വായിച്ചേ. ഏതായാലും നിങ്ങൾ 2-3 സഹോദരിമാര് വാക്യം ഈ ദിവസങ്ങളിൽ വായിച്ചു തന്നതിൽ അഭിനന്ദിക്കുന്നു. ദൈവത്തിന് മഹത്വം. ദൈവം നിങ്ങളെ അഭിലാഷിന്റെ ബൈബിളല്ലേ, പിന്നെ അതുപോലെ കർത്താവിന്റെ ദാസന്റെ സഹധർമ്മണി, അത് നമുക്ക് വേണ്ടപ്പെട്ട ദൈവദാസിയ ജോസ് പാസയുടെ മകള്, ഈ മാന്യ സഹോദരി, മറ്റു ചിലരും ഒക്കെ വായിച്ചു തന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ 1 ദൈവം ഇവരെ തെരഞ്ഞെടുത്തു. നമ്മളെ തെരഞ്ഞെടുത്തതൊന്നും മറക്കരുത്. യോഗ്യത ഉള്ളത് കൊണ്ടല്ല, യോഗ്യത ഇല്ലാത്തത്. 2 അവിടെ എഴുതിയിരിക്കുന്നവരെ ദൈവം വർദ്ധിപ്പിച്ചു, തെരഞ്ഞെടുത്തവരെ ദൈവം വർദ്ധിപ്പിച്ചു. വായിച്ചേ, ആ പദം ഒന്ന് വായിച്ചേ. വർദ്ധിപ്പിച്ചു. ഈ പ്രവാസകാലത്താണ് വർദ്ധിപ്പിച്ചത്. ഒരു കാര്യം പറയാം,
സഭ വളരണമെങ്കിൽ എവിടെ പീഡ നടന്നിട്ടുണ്ടോ അവിടെ വളർച്ച. എവിടെ പ്രതികൂലവും പോരാട്ടവും പീഡകൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ വളർച്ചയുണ്ട്. നമ്മളെല്ലാം പ്രാർത്ഥിക്കും, ഞാൻ സഹിതം പ്രാർത്ഥിക്കും, കർത്താവേ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വിരോധികൾ പീഡിപ്പിക്കുന്നു, അപ്പാ ആ പീഡയെ നീ അറിയുന്നല്ലോ എത്രയും. അങ്ങനെ പ്രാർത്ഥിച്ച സഭ വളരുകയല്ല. പ്രാർത്ഥിക്കരുത് നല്ല പറഞ്ഞത്. നിങ്ങള് പെന്തിക്കോസിന്റെ ആരംഭകാലം മുതലെടുത്ത് എവിടെല്ലാം പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അവിടെല്ലാം സഭ സ്ട്രോങ് ആയി. അതെ. അപ്പൊ പിന്നെ പ്രാർത്ഥിക്കേണ്ട എന്തിനാന്ന് ചോദിച്ച, കർത്താവ് ഇങ്ങനെയുള്ള പീഡകൾ വരുമ്പോൾ സഹിപ്പാനും തരണം ചെയ്യുവാനും കൃപയിൽ നിന്ന് പോകാതെ അന്ത്യം വരെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപ നമ്മുടെ പകരണം. അതാ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ മന്ത്രിയെ മാറ്റാനും പ്രധാനമന്ത്രിയെ മാറ്റാനും ഗവർണറെ മാറ്റാനും ചീഫ് ജസ്റ്റിസിനെ ദൈവം കൊലത്തി കൊടുക്കും അതല്ല പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് കേട്ടോ മാറ്റി യോഗം കഴിഞ്ഞ് പറയാം. എല്ലാം ഒന്നും പറയാനൊക്കത്തില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രി മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, മുഖ്യമന്ത്രി മാറാനുമല്ല പ്രാർത്ഥിക്കേണ്ടത്, പോലീസ് അധികാരികൾ മാറാനുമല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയുള്ള പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാനുള്ള കൃപ, അതിനെ അതിജീവിക്കാനുള്ള ദൈവശക്തി, അതിന്റെ നടുവിലും ധീരതയോട് യേശുവിന്റെ സുവിശേഷം പറയാൻ. അങ്ങനെയുള്ളിടത്ത് ആ സഭ വളരുന്നത്. ദൈവത്തിന് മഹത്വം. പീഡിപ്പിക്കുന്നവരുമായി ഇവര് വർദ്ധിച്ചു. അങ്ങനെ പുസ്തകത്തിൽ വായിക്കാം. 1:12 വായിച്ചേ. പുറപ്പാട് പുസ്തകം 1:12 ഒന്ന് വായിച്ചേ. അറിവുള്ള വാക്യമാണ്. എന്നാൽ അവർ പീഡിപ്പിക്കുന്തോറും ഇത് അങ്ങനെ വർദ്ധിക്കുന്നത്. പീഡിപ്പിക്കുന്തോറും അങ്ങനെ വർദ്ധിക്കുന്നത്. നമുക്ക് ഒരു വീടില്ല, അതുകൊണ്ട് നമ്മൾ വർദ്ധിക്കുന്നില്ല. ഒരു വീട് നമ്മള് തിരിക കുടിക്കുക, ആനന്ദിക്കുക, ബാക്കി ഞാൻ പറയുന്നില്ല. വർദ്ധനവില്ലല്ലോ. ഇനിയിപ്പോ സ്നാനം നടക്കണേ നമ്മുടെ പിള്ളേരാരേലും വളർന്നു വരണം. അവനോട് പറഞ്ഞാണോ സ്നാനപ്പെടാൻ പറഞ്ഞോ? പിന്നെ സ്നാനം, പിന്നെ അവനോട് നമ്മൾ ഒടുവിൽ പറഞ്ഞാ കല്യാണം നടക്കേണ്ടതാണ്. അത് കേട്ടപ്പോ അവനൊരു ചെറിയ പൊടിപ്പെടാൻ. അപ്പൊ അവൻ പറഞ്ഞു മുങ്ങ. എന്നോടൊരാൾ പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ സഭയിൽ സ്നാനം നടന്നിട്ട് 10-25 കൊല്ലമായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉള്ളതിനെല്ലാം ഒന്നുകൂടെ മുക്കാന്ന് പറഞ്ഞു. മുക്കല്ല, ഒലച്ചു വാരാൻ പറഞ്ഞു. കുട്ടനാട്ടിലൊക്കെ തുണി വലയ്ക്കും ആറ്റിലിട്ട്. കൊണ്ടു മരിച്ചവരന്ന് മെഷിഹായോടു വാഴുമ നാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടി കൊണ്ടു മരിച്ചവരന്ന് മെഷിഹായോടു വാഴുമ നാട്ടിൽ യേശു മകോന്നതനെ വേഗം ഞാന് ബന്ധുക്കോസ് വന്നപ്പോ അല്പം പ്രയാസമുണ്ട്. അതൊക്കെ നല്ലതാകട്ടോ. വീട്ടിൽ പ്രാർത്ഥിപ്പിക്കുകയായിരുന്നു. ആദ്യം രക്ഷിക്കപ്പെട്ട് വന്ന സമയത്ത് പ്രാർത്ഥിപ്പിക്കുകയായിരുന്നു അമ്മ. അവിടെ ഉണ്ടാക്കുക. ഒരു ദിവസം ഞാനങ്ങ് തീരുമാനിച്ച് പ്രാർത്ഥിക്കാൻ.
പ്രാർത്ഥിച്ചു. ഞാൻ ചെറിയൊരു വീടാണ്, അപ്പം അങ്ങേ വശത്തൊരു കഥ കൊണ്ട് ഇങ്ങേ വശത്ത് ഞാനതങ്ങ് അടച്ചു. അടച്ച് കുറ്റിയിട്ടേച്ച് ഞാൻ ഒരു പാട്ട് പാടി ആത്മാവിൽ നിറഞ്ഞു. സന്ധ്യയായപ്പോൾ പിന്നെ അമ്മ വന്ന് നോക്കിയപ്പോൾ കഥകളെല്ലാം കുറ്റിയിട്ടിരിക്കുക, ഞാൻ തന്നെയാകത്. അപ്പോൾ പിന്നെ അമ്മ നോക്കിയിട്ട് ഒരു മാർഗവും ഭയങ്കര ശബ്ദം. അപ്പോൾ ചിലരൊക്കെ ശബ്ദം കേട്ടുകൊണ്ട് വരികയും ചെയ്തു, വഴിയെ പോയി വരും. ഭയങ്കര ബഹളം, മുറ്റത്ത് ബഹളമാണ്, ഞാൻ അറിയുന്നുമില്ല. എൻ്റെ അമ്മ അല്പം വെടിക്കുകയാണ്. അപ്പം അവിടെ ഈ വീട് പണിയാൻ വേണ്ടി ഇച്ചിരി കമ്പി അവിടെ ഇട്ടുണ്ട്. അതിലൊരു കമ്പി എടുത്ത് ജനൽ വഴി കുത്തി. ഈ ചെറിയ ഈ ജനലിൻ്റെ അതായതുകൊണ്ട് ഈ ശരിക്കും കുത്താൻ ഒക്കുന്നില്ല. അപ്പം അതുകൊണ്ട് കൊണ്ടൊന്നുമില്ല. ഞാൻ അധികം വിവരിക്കുന്നില്ല. വേറൊരാൾ വന്ന കഥകൾ തള്ളി തുറന്നു. ഞാനിത് അറിയുന്നില്ല, ഈ പുറത്തെ സംഭവമൊന്നും അറിയുന്നില്ല. പെട്ടെന്ന് ആത്മശക്തികൾ നിറഞ്ഞ് ഞാൻ ദൈവം ഞാൻ ഒരു വെളിപ്പാട് കണ്ട്, വെളിപ്പാടിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ശാസിച്ചു. ആള് വന്ന് കണ്ടോണ്ടല്ല, ഞാൻ ഈ വെളിപ്പാട് കണ്ട് ശാസിച്ചു. അപ്പൊ പുള്ളി അകത്തോട്ട് കയറി വരാൻ പുള്ളി മേടിച്ചു വെളിയിലോട്ട് പോയി. പുള്ളിയെ കണ്ട് ശാസിച്ചതല്ല. അന്ന് രാത്രി ആ കെട്ടുപൊട്ടി. അന്ന് രാത്രി ഞാൻ പറഞ്ഞ പ്രതികൂലങ്ങൾ വന്നെങ്കിലേ ശരിയാവും. സ്തോത്രം, സ്തോത്രം. പിന്നെ ഞാൻ അന്നും ഇന്നും എൻ്റെ ഒരു പ്രകൃതം പറയാം, ഒറ്റ യോഗം മുടക്കുകയില്ല. ഒരു കൂട്ടായ്മ. എൻ്റെ ചെറിയ അനുഭവം പറയാം. ഞാൻ രക്ഷിക്കപ്പെട്ട് വന്ന സമയത്ത് സഭയുടെ യോഗം ഇല്ലെങ്കിൽ സന്ധ്യയാകുമ്പോൾ വീട്ടിലൊന്ന് പാട്ട് പാടി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വേറൊരു വീടുണ്ട്, പൊന്നമ്മയുടെ വീട്ടിൽ. അവർ നോക്കി അവിടെ പോയി പ്രാർത്ഥിക്കും. ഒരു സന്ധ്യ നടക്കുന്ന പ്രാർത്ഥനയാണ്. ഇവിടെ നോടി അവിടെ ചെല്ലും, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് മാലിത്തൽ എന്ന് പറയുന്നൊരു വീടുണ്ട്, അവിടെ പോയിരുന്ന് അവരുടെ കൂടെ പ്രാർത്ഥിക്കും. അവരെല്ലാം കുടുംബ പ്രാർത്ഥന. അപ്പം ഞാൻ ചൊല്ലും. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു 6:30, 7 ആകുമ്പോൾ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് 8 മണിയാകുമ്പോൾ പൊന്നമ്മയുടെ അവിടെ ചെന്ന് പിക്കപ്പെടും. അവരുടെ